ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. അതിനായി 14 പ്രമുഖ നേതാക്കളെ വിളിച്ചതോടെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനവും സുധാകരന് അനുകൂലമാകുന്നു എന്നുള്ളതിൻ്റെ സൂചന വരികയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അതിൻ്റെ വാർത്തകൾ രാജ്യം കീഴടക്കിയതോടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. സുധാകരനെ മാറ്റി പകരം ഒരു KPCC അധ്യക്ഷൻ നിമിഷങ്ങൾക്കുള്ളിൽ വരുമെന്ന് പറയുന്നത് ദിവസങ്ങളായി. എന്നാൽ പാകിസ്ഥാനോട് യുദ്ധം പ്രഖ്യാപിച്ചത് കൊണ്ടല്ല, സുധാകരനെ മാറ്റാനുള്ള സാധ്യത കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ വാർത്തകളും കുറഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവരെ എടുത്ത് പുറത്തു കളഞ്ഞതുപോലെ സുധാകരനെ മാറ്റിയാൽ കേരളത്തിലെ കോൺഗ്രസ് പൊട്ടിത്തെറിക്കുമെന്ന് സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് ഇത്ര ദിവസത്തെ അനുഭവത്തിൽ നിന്നും മനസ്സിലായിരിക്കുന്നു. സുധാകരനെ മാറ്റി ആരെ അധ്യക്ഷനാക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം ഒരാളുടെ കയ്യിലും ഇല്ല എന്നിരിക്കെ പ്രസിഡന്റ് ആന്റോ ആന്റണി എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ കുഴിച്ചുമൂടുന്നതിന് തുല്യമാണെന്ന് അടുത്ത കേന്ദ്രങ്ങളോട് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ആന്റോ ആന്റണിക്ക് ജില്ലാ പ്രസിഡന്റ് പോലും ആകാനുള്ള യോഗ്യതയില്ല എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നർത്ഥം. അത് വെറുതെയല്ല. കേരളത്തിലെ രാഹുൽ ഗാന്ധിക്ക് നേരിട്ടറിയാവുന്ന 1000-ഓളം പേർ ഇമെയിൽ വഴി സന്ദേശമയച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്. ഇത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്ത രാഹുൽ ഗാന്ധി കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വാധീനമുള്ള 14 നേതാക്കളെയാണ് ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചത്. കേരളത്തിലെ കോൺഗ്രസിനെ കുത്തിത്തിരിപ്പ് കാണിച്ച് നശിപ്പിക്കുന്നവരെയല്ല, മറിച്ച് കോൺഗ്രസ് ഇനിയും ഇവിടെ വേണമെന്നാഗ്രഹിക്കുന്ന 14 പ്രമുഖരിൽ പ്രമുഖരായ നേതാക്കളെയാണ് സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി വിളിച്ചിരിക്കുന്നത്. അതിലേറ്റവും ആദ്യത്തെ 2 പേർ VM സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയുമായിരുന്നു. വളരെ വ്യക്തമായി അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു രാഹുലിന് മുന്നിൽ. സുധാകരനെ മാറ്റുന്നത് അപകടമാണ്. അതിനേക്കാളും വലിയ അപകടമാണ് ആന്റോ ആന്റണിയെ പോലെയുള്ള ഒരു അയോഗ്യനെ കൊണ്ടുവരുന്നത്. സുധാകരനെ നിർത്തിക്കൊണ്ട് പാർട്ടിയെ ചലിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതാണ് അവർ പറഞ്ഞ മറുപടി. പിന്നീട് രാഹുൽ ഗാന്ധി വിളിച്ചത് MM ഹസൻ, K മുരളീധരൻ, ഷാഫി പറമ്പിൽ, ബന്നി ബഹനാൻ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, കൊടിക്കുന്നിൽ സുരേഷ്, T സിദ്ദിഖ്, PC വിഷ്ണുനാഥ് എന്നിങ്ങനെ 14 പ്രമുഖ കോൺഗ്രസ് നേതാക്കളെയാണ് രാഹുൽ ഗാന്ധി വിളിച്ച് യഥാർത്ഥ സ്ഥിതിഗതികൾ അറിഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒറ്റ ചോദ്യം അതിനൊറ്റ ഉത്തരം എന്നുള്ള രീതിയിലാണ് വിളിച്ചു തുടങ്ങിയത്. ആ ചോദ്യം ഇതായിരുന്നു: KPCC അധ്യക്ഷൻ K സുധാകരനെ മാറ്റണോ എന്നായിരുന്നു. നോ എന്നായിരുന്നു എല്ലാവരുടെയും ഉത്തരം. ഇന്നത്തെ സാഹചര്യത്തിൽ K സുധാകരൻ എന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിനെ മാറ്റിയാൽ പ്രവർത്തകർ ഇളകും. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അതിൻ്റെ ആവശ്യവും ഇവിടെയില്ല, സാഹചര്യവുമില്ല. പ്രവർത്തനം നന്നാക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. മാത്രമല്ല, പകരം വരും എന്ന് പറയുന്ന ചിലർ ആ പരിസരത്ത് പോലും അടുപ്പിക്കരുത് എന്നാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ പൊതുവികാരമെന്നും ചില നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു എന്നാണ് അറിയുന്നത്. ഒരാളുടെയും പേര് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് കത്തോലിക്ക സഭ അറിയിച്ചതോടെ ആന്റോ ആന്റണിയെ കൊണ്ടുവന്നാൽ ഗുണത്തേക്കാൾ ഭീകരമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പലരും ഉറപ്പിച്ചു പറഞ്ഞു. സുധാകരനും ആന്റോ ആന്റണിയും തമ്മിലുള്ള വ്യത്യാസം ആനയും അണ്ണാനും തമ്മിൽ ഉള്ളതുപോലെയെന്ന് ചിലർ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതും പുറത്തു വരികയാണ് വാർത്തകൾ. അതോടെ ഇത്രയും പ്രമുഖരെ ധിക്കരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ തനിക്കാവില്ലെന്ന് രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ അറിയിക്കുകയായിരുന്നു. ഇനി സുധാകരനെ മാറ്റണമെന്ന് KCക്കോ അല്ലെങ്കിൽ മറ്റുള്ള ചിലർക്കോ താല്പര്യമാണെങ്കിൽ നല്ലൊരു പകരക്കാരനെ കണ്ടെത്താൻ അവർ തന്നെ ശ്രമിക്കേണ്ടി വരും. തൽക്കാലം മാറ്റമുണ്ടാകില്ല എന്നും അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ആളല്ല പ്രവർത്തകരുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള സുധാകരനാണെന്നും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായ ദിവസം കൂടിയാണ് ഇന്നലെ.